കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 12, 44 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത്. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. എൻ്റെ വാക്കുകൾ കേൾക്കുന്നവൻ അവ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല. കാരണം ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല, രക്ഷിക്കാനാണ്. എന്നാൽ എന്നെ നിരസിക്കുകയും എൻ്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധികർത്താവുണ്ട്. ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ അവനെ വിധിക്കും. എന്തെന്നാൽ ഞാൻ സ്വമേധയ അല്ല സംസാരിച്ചത്. ഞാൻ എന്ത് പറയണം, എന്ത് പഠിപ്പിക്കണമെന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. അവിടുത്തെ കൽപ്പന നിത്യജീവനാണെന്ന് ഞാൻ അറിയുന്നു. അതിനാൽ ഞാൻ പറയുന്നതെല്ലാം പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ തന്നെയാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും അപകടകരമായ ഒരാത്മീയ അവസ്ഥയെക്കുറിച്ച് സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമാണ്. യോഹന്നാൻ ശ്ലീഹ വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ക്രിസ്തു ഈ ലോകത്തിൻ്റെ പ്രകാശമാണ്. ക്രിസ്തുവിലായിരിക്കുന്നവൻ പ്രകാശത്തിൽ സഞ്ചരിക്കുന്നു, വസിക്കുന്നു. ഇത് നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷനാണ്. നമുക്കൊന്നില്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ സഞ്ചരിക്കാം, വസിക്കാം, അല്ലെങ്കിൽ അന്ധകാരത്തിൽ വസിക്കാം. ഇത് രണ്ടും നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷനാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ തൻ്റെ ലേഖനം എഴുതുമ്പോൾ ഒന്നാമത്തെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിൽ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. 1-6, 2-9 യോഹന്നാൻ ശ്ലീഹ പറയാണ്, യേശു ലോകത്തിൻ്റെ പ്രകാശമാണ്. പ്രകാശത്തിൽ വസിക്കുന്നവൻ അന്ധകാരത്തിൽ വസിക്കുന്നില്ല. പ്രകാശത്തോട് ഐക്യമുണ്ടായിരിക്കുകയും ആ പ്രകാശത്തോട് ചേർന്നിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുകയും എന്നാൽ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളിൽ വ്യാപരിക്കുകയും ചെയ്താൽ അവൻ യേശുവിനോട് ഐക്യമില്ല, അവൻ കള്ളം പറയുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് 2-9 വരും പറയാണ്, പ്രകാശത്തിലായിരിക്കുന്നവന് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റില്ല. പ്രകാശത്തിലല്ലാത്തവൻ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. ദൈവത്തോട് ഐക്യമുണ്ടായിരിക്കുകയും സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നു. അപ്പോൾ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളുണ്ട്, പ്രകാശത്തിൻ്റെ പ്രവൃത്തികളുണ്ട്. നമ്മൾ ഏത് പ്രവൃത്തികളിലാണ് വ്യാപരിക്കുന്നത് എന്നുള്ളതനുസരിച്ചാണ് നമ്മൾ ആരിൽ വസിക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ പ്രകാശത്തിലാണ് വസിക്കുന്നതെങ്കിൽ എൻ്റെ കാൽച്ചുവടുകളൊക്കെ കൃത്യതയുണ്ടാകും. കാരണം എന്താ? ഞാൻ അന്ധകാരത്തിലാണ്. അന്ധകാരത്തിൽ നടക്കുന്നവനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. പ്രകാശത്തിൽ നടക്കുന്നവൻ, അതും ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ നടക്കുന്നവൻ, ക്രിസ്തു വെളിപ്പെടുത്തിയ പ്രകാശം, അല്ലെങ്കിൽ ക്രിസ്തു തന്നെയാണ് പ്രകാശം. ആ പ്രകാശം അത് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒക്കെ പ്രകാശത്തിൽ ഒരു ദൈവവേദന സഞ്ചരിക്കാം. അതിൽ ലോകത്ത് കർത്താവ് തന്നിരിക്കുന്ന ഓപ്ഷനാണ്. അതോടൊപ്പം തന്നെ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് അന്ധകാരത്തോട് ബന്ധമുണ്ടായി അതിൻ്റെ അടിമത്തത്തിലും ഒരു ദൈവവേദന സഞ്ചരിക്കാൻ പറ്റും. അതായത് വെറുപ്പിലും വിദ്വേഷത്തിലും സ്വാർത്ഥതയിലും അഹങ്കാരത്തിലും ഞാനെന്ന ഭാവത്തിലും ഒക്കെയുള്ള ഒരു അന്ധകാരത്തിൻ്റെ തിന്മയുടെ സ്വാധീനത്തിൽ ഒരു ദൈവവേദന വസിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രകാശത്തിലാണോ സഞ്ചരിക്കുന്നത്, അന്ധകാരത്തിലാണോ സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ യേശുവിനോടുള്ള ബന്ധത്തിൽ എപ്പോഴും ആത്മശോധന ചെയ്യേണ്ട വിഷയം. അതുകൊണ്ടാണ് പ്രകാശത്തിൽ സഞ്ചരിക്കുന്നവനാണ് നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. കാരണം ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിലേക്ക് വന്നത് ലോകത്തെ വിധിക്കാനല്ല, രക്ഷിക്കാനാണ്. കാരണം പിതാവായ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് 1 യോഹന്നാൻ 3-16 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. യോഹന്നാൻ 3-16 മുതലുള്ള വചനങ്ങളിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഞാൻ ലോകത്തിലേക്ക് വന്നത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പിന്നെയോ ഞാൻ മൂലം രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഈ രക്ഷ ഒരുവൻ സ്വമേധയാ തിരസ്കരിക്കുമ്പോൾ മാത്രമേ അവൻ വിധിക്ക് അർഹനാകുന്നുള്ളൂ. കാരണം പിതാവായ ദൈവം പുത്രനെ അയച്ച് ശിക്ഷിക്കാനല്ല. അപ്പോൾ പിന്നെ ഞാൻ ശിക്ഷിക്കപ്പെടുന്ന എപ്പോഴാണ്? ഞാൻ വിധിക്കപ്പെടുന്ന എപ്പോഴാണ്? ഞാൻ ബോധപൂർവം സ്വമേധയാ എൻ്റെ രക്ഷയെ ഞാൻ തള്ളിക്കളയുമ്പോൾ. അല്ലെങ്കിൽ എനിക്ക് പ്രകാശമുണ്ട്, ഞാനിപ്പോൾ രാത്രി നടക്കുവാന്ന് വിചാരിക്കും, എൻ്റെ കയ്യിൽ എൻ്റെ അപ്പനോ അമ്മയോ ഒരു ടോർച്ച് തന്നിട്ടുണ്ട്. എന്താ പറയുക, നീ ടോർച്ച് കൊണ്ട് പൊക്കോ, രാത്രിയല്ലേ, ഇരുട്ടല്ലേ, വീഴണ്ട, വീഴണ്ട, വേറെ ഇടജന്തുക്കളൊക്കെ ഉള്ളതല്ലേ എന്ന് കരുതി എൻ്റെ കയ്യിൽ ഒരു ടോർച്ച് തന്നൊരു പ്രകാശം തന്നിട്ടുണ്ട്. ഞാൻ സഞ്ചരിക്കുമ്പോൾ ഈ ടോർച്ച് ബോധപൂർവം ഓണാക്കാതെ അതെൻ്റെ കയ്യിൽ പിടിക്കുകയും ഞാൻ തട്ടി വീഴുകയോ അല്ലെങ്കിൽ വല്ല പാമ്പുകടി ഏറ്റുകയോ ചെയ്താൽ ഞാൻ എന്നെ തന്നെ എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റുള്ളൂ. അതിന് മറ്റാരെയും വിധിക്കാൻ പറ്റില്ല. കാരണം എന്താ? പ്രകാശത്തിൻ്റെ വഴി എനിക്കറിയാം. പ്രകാശത്തിൻ്റെതായ അല്ലെങ്കിൽ പോകേണ്ട വഴി, സഞ്ചരിക്കേണ്ട വഴി കൃത്യമായി മനസ്സിലാക്കാനുള്ള സാധ്യത ഇപ്പോൾ എൻ്റെ കൈവശമുണ്ട്. എന്ന് പറയുന്ന പോലെ പിതാവായ ദൈവം പുത്രനെ, ലോകത്തിൻ്റെ പ്രകാശത്തെ നമുക്ക് തന്നു. ഇനി നമുക്ക് അന്ധകാരത്തിൽ നടക്കാൻ അവകാശമില്ല. ഇനി അന്ധകാരത്തിൽ നടന്നിട്ട് തട്ടി വീണ് കഴിഞ്ഞാൽ അതിന് നമുക്ക് ദൈവത്തെ പഴിചാരാൻ പറ്റില്ല. ഇപ്പം നമ്മൾ അന്ധകാരത്തിൽ നടക്കുമ്പോൾ പ്രകാശത്തിൻ്റെ പ്രവൃത്തികളെ തമസ്കരിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് അന്ധകാരത്തിൽ നടക്കുന്നവൻ അവൻ്റെ തന്നെ നിത്യനാശം സെലക്ട് ചെയ്തവനാണ്, ചൂസ് ചെയ്തവനാണെന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് ദൈവമല്ല നമ്മളെ ശിക്ഷിക്കുന്നത്. നമ്മളെപ്പോഴും ഒരു തെറ്റിദ്ധാരണയാണ്, പലപ്പോഴും പല പ്രബോധനങ്ങളിലും നമ്മുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ദൈവം ശിക്ഷിക്കുന്നവനാണെന്ന്. ദൈവമല്ല നമ്മളെ ശിക്ഷിക്കുന്നത്, മറിച്ച് നമ്മുടെ തന്നെ തീരുമാനങ്ങളാണ് നമ്മെ ശിക്ഷയ്ക്ക് വിധേയരാക്കുന്നത്. ദൈവം സ്നേഹമാണ്, അത് സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ്. ഒരാളെ രക്ഷിക്കാൻ, ഒരാളെ സ്വന്തമാക്കാൻ, ഒരാളെ വീണ്ടെടുക്കാൻ തക്ക വിധത്തിൽ ദൈവം സ്നേഹം കൊണ്ടാണ് ഒരുവനെ പൊതിയുന്നത്. ഇനി ശ്രദ്ധിക്കുക, സ്നേഹത്തിൽ ശിക്ഷണമുണ്ട്, ശിക്ഷയല്ല ശിക്ഷണമുണ്ട്. അപ്പനോ അമ്മയൊക്കെ മക്കളെ സ്നേഹിക്കുമ്പോൾ അവരെ തല്ലുകയല്ലേ, അവരടിക്കും. എന്തിനാ? നന്നാകാൻ വേണ്ടിയിട്ട്. പറഞ്ഞനുസരിക്കുന്നില്ലെങ്കിൽ 2 തല്ല് കൊടുക്കും, ഉപദേശിക്കും, ദേഷ്യപ്പെടും. അതെന്തിനാ? മക്കൾ നന്നാകാൻ വേണ്ടിയിട്ടാണ്, നശിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല. അത് ശിക്ഷണമാണ്. അപ്പോൾ ദൈവം തൻ്റെ സ്നേഹത്തിൽ ശിക്ഷണമുണ്ട്, ശിക്ഷിക്കാനല്ല ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. ശിക്ഷണ വിധേയരാക്കുന്നത് എന്തിനാണ്? നമ്മുടെ ആത്മരക്ഷയ്ക്കും ഉപരി വിശുദ്ധീകരണത്തിനുമാണെന്നാണ് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ വളരെ മനോഹരമായിട്ട് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ദൈവം നമ്മളെ ശിക്ഷണ വിധേയരാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ആത്മവിശുദ്ധീകരണത്തിനാണത്. ദൈവം നമ്മളെ തല്ലും, ദൈവം നമ്മളെ അടിക്കും, എനിക്കൊരു സംശയമില്ല. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ സ്വന്തം മക്കളായതുകൊണ്ട് ദൈവം നമ്മെ നിരന്തരം ഉപദേശിച്ചിട്ടും, വചനത്തിലൂടെയും കർത്താവിൻ്റെ സ്വരത്തിലൂടെ നിരന്തരം നമ്മെ ഉപദേശിച്ചിട്ടും, നമ്മെ നിരന്തരം ദൈവിക വഴിയിലൂടെ സഞ്ചരിക്കാൻ പ്രേരണ നൽകിയിട്ടും നമ്മൾ ഹൃദയ കാഠിന്യം കൊണ്ടും അഹങ്കാരം കൊണ്ടും അജ്ഞത കൊണ്ടും സ്വാർത്ഥത കൊണ്ടൊക്കെ അന്ധകാരത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ച് നമ്മുടെ ആത്മനാശത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്നത് കാണുമ്പോൾ പിതാവായ ദൈവം നമ്മെ ശിക്ഷണ വിധേയരാക്കും. എന്തിനാണെന്നറിയാവോ? ആത്മാവിനെ നേടാൻ വേണ്ടി. തല്ലിയെങ്കിലും രക്ഷപ്പെട്ട് നമ്മൾ കയറി. 2 തല്ല് കൊടുത്തിട്ടാണെങ്കിലും നന്നാകട്ടെ നമ്മൾ പറയല്ലേ എന്ന് പറയുന്ന പോലെ 2 തല്ല് തന്നിട്ടാണെങ്കിലും ചിലരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില അസ്വസ്ഥതകളെയും ചില അനർത്ഥങ്ങളുടെയും കാരണം ദൈവം ചിലരെ ശിക്ഷണ വിധേയരാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ ഒരു സാഹചര്യത്തെ എടുക്കാൻ. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ സഞ്ചരിക്കാനുള്ള ഒരു വിളിയാണ് സഭാമാതാവ് ഇന്നത്തെ വചനത്തിലൂടെ നമുക്ക് തരിക. നമ്മുടെ കാൽച്ചുവടുകളെ, നമ്മുടെ കാൽവെപ്പുകളെയൊക്കെ ആത്മശോധന ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകാശത്തിൽ സഞ്ചരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.